പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് തള്ളി സമുദായ നേതാക്കളെ അണിനിരത്തി പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് തുടക്കമായി. ശബരിമലയുടെ മതാതീയ ആത്മീയത ഓർമ്മിപ്പിച്ചും ഭഗവത്ഗീത ശ്ലോകം ഉദ്ധരിച്ചുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. അയ്യപ്പ സംഗമത്തിലെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ശബരിമലയുടെ സമഗ്ര വികസനം സാധ്യമാക്കുമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ വാഗ്ദാനം നൽകി. ശബരിമല വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ അങ്ങനെയുള്ള വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മതാതീത ആത്മീയതയെ ഉദ്ഘോഷിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രാപ്തമായ ആരാധനാലയമാണ്. ആ നിലക്ക് തന്നെ ഈ ആരാധനാലയത്തെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അയ്യപ്പ ഭക്തന്മാർ ഇന്ന് ലോകത്തെമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മഹാസംഗമത്തിന് ഒരു ആഗോള സ്വഭാവം കൈവരുന്നത്. വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ അങ്ങനെയുള്ള വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മതാതീത ആത്മീയതയെ ഉദ്ഘോഷിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രാപ്തമായ ആരാധനാലയമാണ്. ആ നിലക്ക് തന്നെ ഈ ആരാധനാലയത്തെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അയ്യപ്പ ഭക്തന്മാർ ഇന്ന് ലോകത്തെമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മഹാസംഗമത്തിന് ഒരു ആഗോള മറ്റൊരു കള്ളപ്രചാരവേല ഈ അടുത്ത നാളുകളിൽ ഉയർന്നു വന്നു. അത് സർക്കാർ ന്യൂനപക്ഷ സംഗമവും നടത്താൻ പോകുന്നു എന്നതാണ്. കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും സർക്കാരിനെതിരെ ഒരു നനഞ്ഞ പടക്കമെങ്കിലും എറിഞ്ഞ് കുറച്ചുപേരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാം എന്ന് കരുതിയോ ആവാം ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത്. കറതീർന്ന സങ്കുചിത രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ ഇത്തരം പ്രചരണം നടത്തുന്നവരെ നമുക്ക് ആ രീതിയിൽ കാണാം. സർക്കാർ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുകയാണ് പമ്പയിൽ നിന്ന്. ഡാനിലേക്ക്. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിമർശനങ്ങൾ UDFും BJPയും തുടരുന്നതിനിടയിലാണ് അതിന് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തത്. 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനം ശബരി റെയിലുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളാണ്. ശബരി റെയിലിന് വേണ്ടി പകുതി ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കാമെന്ന് കേന്ദ്രത്തിന് ഉറപ്പ് നൽകിയ ശേഷവും ശബരി പദ്ധതിയിൽ നിന്ന് കേരളം പിന്നോട്ട് മാറി എന്ന തരത്തിൽ ബോധപൂർവമായ ചില പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വിമർശനമുന്നയിച്ചു. അതോടൊപ്പം ശബരി വിമാനത്താവളവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം റോപ്പ് വേ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ ഊർജിതമായ നടപടികൾ പുരോഗമിക്കുകയാണ്. ഡിസംബറിനകം തന്നെ ശബരി വിമാനത്താവളത്തിന് അനുമതി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയുമായി ബന്ധപ്പെട്ട 3 ഘട്ടങ്ങളായി നടത്തുന്ന വികസന പദ്ധതികളുടെ ഏകദേശ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും മുഖ്യമന്ത്രി പങ്കുവച്ചു. അതിൽ തന്നെ പമ്പയിലും സന്നിധാനത്തും
അതോടൊപ്പം തന്നെ നിലയ്ക്കലിലും നടപ്പിലാക്കാൻ പോകുന്ന വികസന പദ്ധതികളുടെ പദ്ധതി ചെലവുകൾ സംബന്ധിച്ചും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമായ വിശദാംശങ്ങൾ പങ്കുവച്ചു. എടുത്തു പറയേണ്ടുന്ന കാര്യം, ശബരിമലയുമായി ബന്ധപ്പെട്ട് എപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ബോധപൂർവമായ ചില നീക്കങ്ങൾ നടക്കുകയാണെന്ന് പറഞ്ഞുവെച്ച മുഖ്യമന്ത്രി അതിനെതിരെയുള്ള സർക്കാരിന്റെ നിലപാട് കൂടി വ്യക്തമാക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനം നടത്തിയത്. സുദീർഘമായ ഉദ്ഘാടന പ്രസംഗം മുഖ്യമന്ത്രി നടത്തിയപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ശബരിമലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അല്ലെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല സർക്കാരിന്റെ വികസന പദ്ധതികൾ. അതിനപ്പുറത്തേക്ക് വിവിധ വകുപ്പുകളുമായി ചേർന്നുകൊണ്ട് 33 സെമിനാറുകൾ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ ഒക്ടോബർ മാസത്തിൽ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. അതിൽ ഒന്ന് മാത്രമാണ് ന്യൂനപക്ഷ സംഗമം. എന്നാൽ അതിനെ അടർത്തിയെടുത്തുകൊണ്ട് അത് മാത്രം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി കാണിച്ച് ബോധപൂർവം വിവാദമുണ്ടാക്കാനുള്ള ശ്രമം ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെച്ചു. 33 വകുപ്പുകളുടെ പേരിൽ നടക്കുന്ന സെമിനാറുകളും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിൽ ഒന്നിനെ മാത്രം അടർത്തി കാണിച്ച് അതിന് മാത്രമാണ് പ്രാധാന്യമെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ചില നീക്കം നടക്കുന്നു. ഇത് വിവാദം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് എന്നുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. എന്തായാലും വിവാദങ്ങളിൽ കുടുങ്ങി ശബരിമലയുടെ വികസനം ഒരിക്കലും സ്തംഭിക്കില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അതിനപ്പുറത്തേക്ക് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ചു നിൽക്കാൻ ആഗോള അയ്യപ്പ സംഗമം വഴിവെക്കുമെന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചത്. ഡാൻ കുര്യനാണ് വിവരങ്ങളുമായി ചേർത്തത്. സർക്കാർ ശബരിമലയ്ക്ക് എതിരാണെന്നും നവോത്ഥാന നിലപാടുകളിൽ നിന്ന് പിന്നാക്കം പോയെന്നുമുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടിയായി പ്രധാനപ്പെട്ട ഹിന്ദു സമുദായ സംഘടനാ നേതാക്കളെയെല്ലാം ആഗോള അയ്യപ്പ സംഗമത്തിൽ അണിനിരത്താൻ സർക്കാരിനായി. യുവതീ പ്രവേശനം അടക്കമുള്ള വിവാദ വിഷയങ്ങൾ മാറ്റി നിർത്തി ശബരിമല വികസനം എന്ന അജണ്ടയിൽ NSSനെ വേദിയിൽ എത്തിക്കാനായി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ കാറിലാണ് വേദിയിലേക്ക് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എത്തിയത്. ബൃഹത്തായ പദ്ധതിയായി ആവിഷ്കരിച്ച ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ഒന്നിച്ചു വന്ന ഈ കർമ്മ പദ്ധതികൾ നമുക്കെല്ലാം കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് തിരുത്തേണ്ടത് തിരുത്തിയും ഉൾക്കൊള്ളിക്കേണ്ട പലതുണ്ടെങ്കിൽ ഉൾക്കൊള്ളിച്ചും അതിനെ വിജയിപ്പിക്കുവാൻ നമ്മളെല്ലാം ശ്രമിക്കണം. മഞ്ജുഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചെയ്തില്ലല്ലോ, ഇപ്പോൾ എന്താണ് പെട്ടെന്ന് അയ്യപ്പ സംഘവുമായി ഈ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സമയത്ത് രംഗത്തെത്തിയത് എന്നുള്ള വിമർശനത്തിന് മറുപടി നൽകേണ്ട ബാധ്യതയായിരുന്നു സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നത്. അതിനുള്ള മറുപടി കൂടിയായി അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടന വേദി മാറി എന്നുള്ളതും കൂടി ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് അത് അയ്യപ്പ വിശ്വാസികൾക്കെതിരായിരുന്നു എന്ന NSS പോലെയുള്ള സംഘടനകളുടെ നിലപാട്. ആ നിലപാട് എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അതിനോട് പ്രതികരിക്കുന്നത് എന്നതുകൂടി ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അതോടൊപ്പം തന്നെയാണ് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്ന് നടത്തിയ വനിതാ മതിൽ പോലെയുള്ള ഉദ്യമങ്ങൾ. അപ്പോൾ അതിനോട് അന്ന് അനുകൂല നിലപാട് എടുത്ത സംഘടനകൾ ഇപ്പോൾ അയ്യപ്പ സംഗമവുമായി സർക്കാർ മുന്നോട്ട് വരുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതികരണം നടത്തും എന്നതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ 3 പ്രധാനപ്പെട്ട സംഘടനകളെ, ഹൈന്ദവ സംഘടനകളെ, 1 NSS, 2 SNDP, 3 KPMS, ഈ 3 പേരെയും ഒരേ വേദിയിൽ ഇരുത്തുവാൻ ഇന്ന് സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരിക്കുകയാണ്. ഇവർ വ്യത്യസ്തമായ നിലപാട് യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്നവരാണ്. NSS ആണെങ്കിൽ അന്ന് സർക്കാർ എടുത്ത നിലപാടിനെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചതാണ്. SNDP ആകട്ടെ അന്ന് യുവതീ പ്രവേശനത്തിന് അനുകൂലമായിരുന്നില്ല നിലപാട് എങ്കിൽ കൂടിയും സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയേ പറ്റൂ എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചവരും നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നവോത്ഥാന സംരക്ഷണ സമിതിക്ക് പിന്തുണ നൽകിയവരുമാണ്. KPMS ആകട്ടെ നവോത്ഥാന സംരക്ഷണ സമിതിക്ക് ഒപ്പവുമായിരുന്നു. പക്ഷേ ഈ 3 പേരെയും ഈ അയ്യപ്പ സംഗമ സമയത്ത് സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റുകയാണ് ചെയ്തത്. ഇവിടെ അന്ന് നഷ്ടപ്പെട്ട ഹൈന്ദവ വോട്ടുകൾ തിരിച്ചുപിടിക്കുവാനുള്ള ശ്രമം നടത്തുന്നു എന്ന ആരോപണം ഉയർന്നു വന്നപ്പോൾ അതിൽ ഒരു ആശങ്കയും സർക്കാർ അങ്ങനെ ചെയ്യുകയാണോ എന്ന ആശങ്ക പ്രകടിപ്പിച്ചവരാണ് KPMS. പക്ഷേ KPMSന്റെ നേതാവ് പുന്നല ശ്രീകുമാർ ഇന്ന് വന്നു പറഞ്ഞത് ഈ വിവാദ വിഷയങ്ങളൊന്നും ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടവയല്ല എന്നതാണ്. അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും അതേ നിലപാട്
നിലപാട് തന്നെ പറയുകയാണ്. ശബരിമലയുടെ വികസനം മാത്രം ചർച്ച ചെയ്താൽ മതിയെന്ന്. NSSന്റെയും നിലപാട് അതുതന്നെയാണ്. അതായത് ഈ അയ്യപ്പ സംഗമം നടത്താൻ ഇറങ്ങിപ്പുറപ്പെട്ട സമയത്ത് ഉയർന്നു വന്ന വിമർശനങ്ങളുടെ മുനയൊടിക്കുവാൻ സംസ്ഥാന സർക്കാരിന് എന്തായാലും ഈ സമയത്ത് കഴിഞ്ഞിട്ടുണ്ട്. അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലുള്ള ചർച്ചകളിലേക്കും പോവുകയില്ല. ശബരിമല ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളിലേക്കും പോവുകയില്ല എന്നുള്ള കാര്യം ഇവരെയൊക്കെ ക്ഷണിക്കുന്ന സമയത്ത് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ഈ നേതാക്കളെയൊക്കെ നേരിട്ട് കണ്ട് ബോധിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവരൊക്കെ ഈ അയ്യപ്പ സംഘവുമായി സഹകരിക്കാൻ തീരുമാനിച്ചതും. അത് സംസ്ഥാന സർക്കാരിന്റെ വിജയമാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഈ ചർച്ചകൾ അത് ഭാവിയിൽ എന്തൊക്കെ രീതിയിൽ ഗുണകരമായി ശബരിമലയ്ക്ക് വന്നു തീരും എന്നുള്ള കാര്യത്തിൽ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലുണ്ട്. ഇതിനു മുൻപും ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തവയാണ്. പക്ഷേ അത് പ്രാവർത്തികമായി വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് അയ്യപ്പ വിശ്വാസികളെ മാത്രം കൂട്ടി നേരത്തെ അനുകൂല നിലപാടും എതിർ നിലപാടുമൊക്കെ, അതായത് സംഘടനകളുടെ നിലപാട് വ്യത്യാസമില്ലാതെ അവരെ കൂടെ കൂട്ടി ഇത്തരമൊരു അയ്യപ്പ സംഗമവും ചർച്ചയും ഒക്കെ നടത്തുന്നതുകൊണ്ട് എന്തെങ്കിലും കൂടുതൽ പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ളത് കാത്തു ഇരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഒരൊറ്റ അജണ്ടയിൽ, ശബരിമല വികസനം എന്ന അജണ്ടയിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങൾ ശബരിമലയുടെ വികസനത്തിൽ താൽപര്യമുള്ളവരാണ് എന്ന് അയ്യപ്പ വിശ്വാസികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് അയ്യപ്പ സംഗമത്തിന്റെ രാവിലത്തെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രതിഫലിച്ച ഒരു കാര്യം കൂടിയാണ്. ചർച്ചകൾ കൂടി കഴിയുമ്പോൾ അയ്യപ്പ വിശ്വാസികൾ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയവർ ഏത് തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും എന്നതിനെ കൂടി ആശ്രയിച്ചായിരിക്കും എത്രത്തോളം വിജയം അയ്യപ്പ സംഗമത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാൻ. ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ നിന്ന് മഞ്ജുഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുന്ന BJPയെയും സംഘപരിവാർ സംഘടനകളെയും വെട്ടിലാക്കി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം. എതിർക്കുന്നവർക്കുള്ള രാഷ്ട്രീയ മറുപടിയായി ദേവസ്വം മന്ത്രി VN വാസവൻ തന്നെയാണ് യോഗിയുടെ ആശംസാ സന്ദേശം ഉദ്ഘാടന വേദിയിൽ വായിച്ചത്. ആദ്യമായി ബഹുമാനായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാൻ. ഡിയർ ശ്രീ VN വാസവൻജി, I am thankful for the invitation of attending Agola Ayyappa Sangamam on 20th September 2025 at Pamba in commemoration of the Platinum Jubilee of the Travancore Devaswam Board. Lord Ayyappa is the divine protector of Dharma. Perspective Agola Ayyappa Sangamam assumes much significance. Hope that this conclave would be successful in achieving its objectives. With regards, Yogi Adityanath. ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ വിവാദങ്ങളുടെ ഒരു കോലാഹലമായിരുന്നു. നമുക്കറിയാം, പല വിധത്തിലുള്ള എതിർപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. ഹൈന്ദവ സംഘടനകളുടെ ഒരു വിശ്വാസം ആർജിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പല സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വന്നു. BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഈ പറഞ്ഞ വിഷയത്തിൽ വലിയ എതിർപ്പുമായി രംഗത്ത് വരുന്ന കാഴ്ച കണ്ടു. കോൺഗ്രസ് പ്രതിപക്ഷം ശക്തമായ ഭാഷയിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് ദേവസ്വം പ്രസിഡന്റ് എത്തിയപ്പോൾ കാണാൻ തയ്യാറാകാത്ത സാഹചര്യം ഉരുത്തിരിഞ്ഞു. ഇതിനൊക്കെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ്, ഒരു ഭരണ സംവിധാനമാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ളതാണ്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകൾ, ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാത്ത സർക്കാർ, സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അനുകൂലിച്ച് നൽകിയ സർക്കാർ, അവർ അയ്യപ്പ സംഘം നടത്തുമ്പോൾ അതെങ്ങനെ വിശ്വാസയോഗ്യമാവുന്ന ചോദ്യമാണ് ഇവരൊക്കെ ഉന്നയിച്ചത്. പക്ഷേ ഇന്ന് അതിന് ദേവസ്വം മന്ത്രിയുടെ മറുപടി എന്നുള്ള രീതിയിൽ ഇന്ന് കൃത്യമായി തന്നെ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ അവതരിപ്പിച്ചു കാണിച്ചത് യോഗി ആദിത്യനാഥ്. നമുക്കറിയാം, രാജ്യത്തെ BJPയുടെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന്റെ ആശംസാ കത്ത് വായിച്ചുകൊണ്ടാണ്. ആ കത്തിന്റെ പൂർണ്ണ രൂപം മുഴുവൻ ദേവസ്വം മന്ത്രി വായിച്ചു എന്നുള്ളതാണ്. അതിൽ വളരെ കൃത്യമായി പറയുകയാണ്, തനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല, പക്ഷേ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് മഹത്തായ ഒരു കാര്യമാണ്, അതിന് എല്ലാ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞ് ദേവസ്വം മന്ത്രി തന്നെ ഈ കത്ത് വായിക്കുമ്പോൾ അത് കൃത്യമായ അർത്ഥതലങ്ങൾ ഉള്ളതാണ് എന്നതുകൂടി ഇതിനോട്
കൂടി ചേർത്ത് വെക്കണം. കാരണം നമുക്കറിയാം അടുത്ത ദിവസങ്ങളിൽ BJPയുടെ കാർമ്മികത്വത്തിൽ ഒരു അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഒരു ബദൽ പരിപാടി പന്തളത്ത് നടക്കുന്നുണ്ട്. അത് സംഘപരിവാർ സംഘടനകളും BJPയും ഒക്കെ ഒരുമിച്ചാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നറിയാം. അതിൽ 10,000-ഓളം ആളുകൾ, 5,000-ലധികം ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതിനെതിരെ വലിയ പ്രചരണം നടത്തിയത്, അയ്യപ്പ സംഗമത്തിനെതിരെ വലിയ പ്രചരണം നടത്തിയത് സംഘപരിവാർ സംഘടനകളും BJPയാണ്. അവരോട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ കത്ത് ഈ വേദിയിൽ വായിക്കുന്നതിലൂടെ തങ്ങളുടെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് സാർവത്രികമായ ഒരു പിന്തുണയുണ്ട് എന്നും തങ്ങളെ എതിർക്കുന്നവരുടെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ പോലും പിന്തുണയ്ക്കുന്നുണ്ട് എന്ന ശക്തമായ സന്ദേശം കൂടി ദേവസ്വം മന്ത്രി നൽകാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും നമുക്കറിയാം ഈ സംഗമത്തിൽ പ്രതീക്ഷിച്ച പോലെയുള്ള ആളുകൾ വന്നില്ല, പ്രതീക്ഷിച്ച സംഘടനകളുടെ ഒരു പങ്കാളിത്തം ഉണ്ടായില്ല. പക്ഷെ അപ്പോഴും NSSന്റെയും SNDPയുടെയും KPMSന്റെയും പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടായത് കൂടി ശ്രദ്ധേയമാണ്. പക്ഷെ എങ്കിലും സർക്കാർ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയമായോ എന്ന് ചോദ്യം ചോദിച്ചാൽ അത് നേരിട്ട് കണ്ട ഒരാളെന്ന നിലയ്ക്ക് അത്രയധികം ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ ഈ ഡെലിഗേറ്റ്സിന്റെ ഒരു സാന്നിധ്യം ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭരണഘടനാപരമായി തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ, 2 മന്ത്രിമാരെ മാത്രമാണ് പങ്കെടുത്തത്. അതിനിടയിൽ ഒരു മന്ത്രി അല്പം ഒന്ന് തനിക്കൊരു പ്രാധാന്യം നൽകിയില്ല എന്ന് പറഞ്ഞ് ഒന്ന് പിണങ്ങിപ്പോയ മന്ത്രി പിന്നെ തിരിച്ചു വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് അയ്യപ്പന്മാർ ഏറ്റവും കൂടുതൽ ശബരിമലയിലേക്ക് വരുന്ന ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള പ്രാതിനിധ്യം, അതായത് നേരിട്ട് ക്ഷണിച്ച ഭരണകർത്താക്കളുടെ നിന്ന് പ്രാതിനിധ്യം ഈ സംഘവുമായി ബന്ധപ്പെട്ട ഉണ്ടായില്ല എന്നുള്ളതാണ്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അടക്കം ക്ഷണിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായില്ല. പക്ഷെ അപ്പോഴും ഈ യോഗി ആദിത്യനാഥ് ആശംസ അർപ്പിച്ചുകൊണ്ട് നൽകിയ കത്താകും ഇനിയുള്ള ദിവസങ്ങളിൽ ദേവസ്വം ബോർഡ് അടക്കം ഉയർത്തിക്കാട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പമ്പാ തീരത്ത് നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനത്തിന് ഗുണം ചെയ്യുമെന്ന് തന്ത്രി ഖണ്ഡരര് മോഹനര്. ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട ഏത് പരിപാടിയിലും സഹകരിക്കും. 22-ന് പന്തളത്തെ പരിപാടിയിലും ക്ഷണമുണ്ട്. പങ്കെടുക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നും തന്ത്രി പറഞ്ഞു. വളരെ ഭംഗിയായിട്ടില്ല നടക്കുന്നത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഭംഗിയായിട്ടില്ല. അതെ, ഈ 22-ാം തീയതി പരിപാടി ഉണ്ടല്ലോ പന്തളത്ത്, അതിന് പോകുന്നുണ്ടോ? വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. ആലോചിച്ചോണ്ടിരിക്കുന്നു. അതിന് പങ്കെടുക്കാൻ നമുക്കിപ്പോ എല്ലാം ഭഗവാന്റെ കാര്യമല്ലേ, എല്ലാവരുടെ ഉദ്ദേശം ഭഗവാൻ അയ്യപ്പനല്ലേ. വനമന്ത്രി AK ശശീന്ദ്രനെ വേദിയിലിരുത്തി SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം. വനമന്ത്രിയുടെ പല പ്രവർത്തനങ്ങളും കണ്ടാൽ ഈ മന്ത്രിസഭയിലെ മന്ത്രിയാണോ എന്ന് സംശയം തോന്നും. വനവകുപ്പ് സർക്കാരിന്റെ ഭാഗം അല്ലേ എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനം. വനനിയമം പാലിച്ച് ന്യായമായി ലഭ്യമാക്കേണ്ട ഭൂമി അടിയന്തരമായി കേന്ദ്രം ഇടപെട്ട് ലഭ്യമാക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എന്നും ശബരിമലയിൽ ഈ വനഭൂമിക്കാരുമായിട്ട് തർക്കമാണ്. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ പെട്ടതാണ് വനവകുപ്പ് മന്ത്രി. ഈ വനവകുപ്പ് മന്ത്രി എവിടെ കിടക്കണോ, ഭരണക്കാർ എവിടെ കിടക്കണോ, ഇത് 2 ഭരണമാണോ എന്ന് വരെ ഇവിടെ എനിക്ക് സംശയമാണ്. എന്ന് വന്നാൽ ഒരു കുറ്റി വെച്ചാൽ വനക്കാർ എതിർത്തു, അതല്ലെങ്കിൽ ഷെഡ് കെട്ടിയാൽ അത് പൊളിപ്പിച്ചു എന്നെല്ലാം പറഞ്ഞ് എന്നും ഈ വിവാദങ്ങൾ ഈ ഉത്സവ സീസണിൽ വനവുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട്. ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കാൻ വൈകിയതിൽ പ്രതിഷേധിച്ച് തമിഴ്നാട് IT മന്ത്രി പളനിവേൽ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദേവസ്വം ബോർഡ് അംഗം അജികുമാർ അനുനയിപ്പിച്ചാണ് പളനിവേലിനെ മടക്കിക്കൊണ്ടുവന്നത്. ഇത് ദേവസ്വം മന്ത്രി VN വാസവനെ അറിയിച്ച് അടുത്ത പ്രസംഗത്തിനായി പളനിവേലിനെ വിളിക്കുകയായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെയും സംഗീത് കുമാറിനെയും പ്രസംഗിക്കാൻ വിളിച്ചിട്ടും തന്നെ പ്രസംഗിക്കാൻ വിളിക്കാത്തതാണ് പളനിവേലിനെ പ്രകോപിപ്പിച്ചത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ കപടഭക്തന്റെ രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന് പോലീസിന്റെ സഹായത്തോടെ ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം നിന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഉള്ള കബളിപ്പിക്കലാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഇന്ന് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു കപടഭക്തന്റെ രീതിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചത്. 2026 തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയന് ഒരിക്കലും യോജിക്കാത്ത ഒരു ഭക്തിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ശബരിമലയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചുപിടിച്ചുകൊണ്ടാണ് ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത്.
ഇപ്പൊ ഭക്തിയുടെ പരിവേഷമായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 9.5 കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പൊ മാസ്റ്റർ പ്ലാനും വന്ന് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കുമോ? കേസുകൾ പിൻവലിക്കുമോ? എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ഇപ്പൊ ഭക്തജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവർക്കറിയാം എന്താണ് ശബരിമലയിൽ പിണറായി ഭരണകൂടം ചെയ്തത് എന്ന്. അയ്യപ്പ ഭക്തന്മാർക്ക്, വിശ്വാസികൾക്ക് നല്ല ഓർമ്മയുണ്ട്. ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ കുതന്ത്രമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ക്ഷേത്രത്തോടും വിശ്വാസികളോടുമുള്ള കൂറ് പുലർത്താൻ നിരവധി അവസരങ്ങൾ സർക്കാരിൽ ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം പിൻവലിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള രാഷ്ട്രീയ നീക്കമായി കാണുന്നുവെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. ഇത് സർക്കാരിന്റെ ഒരു കുതന്ത്രം മാത്രമാണ്. ഇവിടെ ശബരിമലയോടും ക്ഷേത്രവിശ്വാസത്തോടുമുള്ള കൂറായിരുന്നെങ്കിൽ ഗവൺമെൻറ് അത് പ്രകടിപ്പിക്കാനുള്ള നിരവധി അവസരങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിച്ചിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള ഒരു രാഷ്ട്രീയ നീക്കം മാത്രമേ ആയിട്ട് ഇതിനെ കാണുന്നുള്ളൂ. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെ തള്ളാതെ ശശി തരൂർ MP. വിശ്വാസത്തിലും ഭക്തിയിലും രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ലെന്ന് തരൂർ പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ ബഹിഷ്കരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടി അദ്ദേഹം ചിരിയിലൊതുക്കി. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, വിശ്വാസത്തിലും ഭക്തിത്തിലുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയം ആവശ്യമില്ല. അതിനെക്കാണെങ്കിൽ പറയാനൊന്നുമില്ല. ഇവരൊക്കെ എന്നെ ക്ഷണിക്കുന്ന സമയത്ത് ഞാൻ വേറെ വിഷയത്തിൽ ഇറങ്ങുന്നില്ല. എനിക്കിന്ന് തരാനുള്ള സന്ദേശമല്ല ഞാൻ കൊടുത്തു കഴിയും. ഇനി സമയം വരട്ടെ. പ്രതിപക്ഷം ബഹിഷ്കരിച്ചത് വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സ്ഥിതിയിൽ ഞാൻ നിങ്ങളെ ഒബ്ലൈജ് ചെയ്യുന്നത് നിർബന്ധമാണ്.